ഹലോ, ശ്രീലക്ഷ്മിയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പരിക്കും ICU വാസവും ഒക്കെയാണ് ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെ ചർച്ചാ വിഷയം. ഇതിൽ ഇന്നലെ വരെ ട്രെൻഡിങ് മന്ത്രി ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണെങ്കിൽ ഇന്ന് രാവിലെ KSU പറഞ്ഞ പോലെ മന്ത്രി ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്നും അത് അവരുടെ അഭിനയമായിരുന്നു എന്നും തരത്തിൽ കഥകൾ മാറി മറിഞ്ഞു. പബ്ലിക്കിന്റെ ഇടയിൽ ചാനൽസ് കൊടുത്ത ആ വിഷ്വൽസിൽ നിന്ന് ജനങ്ങൾ എത്തിയിട്ടുള്ള ഒരു കൺക്ലൂഷനാണത്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ളത് ഈ നമ്മുടെ യുവ സംഘടനകളോടാണ്. ഇപ്പം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് KSU ആയതുകൊണ്ട് തന്നെയാണ് KSU അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഏത് കാലത്തായി ജീവിക്കുന്നത്? ഇത്ര അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉള്ള ഒരു സമയത്ത് ഒരു മന്ത്രി അങ്ങോട്ട് പോകുമ്പോൾ ഒരു കറുത്ത തുണിയെടുത്ത് ഇങ്ങനെ കാണിച്ചു, ഒരു കറുത്ത തുണിയെടുത്ത് അങ്ങനെ കാണിച്ചു, ഉടനെ മന്ത്രി അങ്ങ് പേടിക്കുമോ? മന്ത്രി പോട്ടെ, ഒരു ചെറിയ കുഞ്ഞ് പേടിക്കുമോ? ഇതൊക്കെ പണ്ട് ഈ പറഞ്ഞ പോലെ ഈ നാണവും മാനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തിൽ, ഇന്ന് നാണവും മാനവും ഉള്ള ഒരു കാലമല്ല. ഇപ്പം നാണവും മാനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് എല്ലാ പാർട്ടികളുടെയും നേതാക്കൾക്ക് അഭിമാന ബോധമുണ്ടായിരുന്ന ഒരു കാലത്ത് ഈ പറഞ്ഞ കറുത്ത തുണിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, പ്രതിഷേധമൊക്കെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേട് വന്നിട്ട് അവരെന്താ ചെയ്യുക? അവരുടെ തീരുമാനങ്ങളിൽ നിന്ന് മാറുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു മന്ത്രിയുണ്ടോ? നാണവും മാനവും അല്ലെങ്കിൽ അഭിമാന ബോധത്തിന്റെ പേരിൽ, ധാർമ്മികതയുടെ പേരിൽ ഒക്കെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാരണം കൊണ്ട് രാജിവെക്കുന്നു എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും ഒരു പാർട്ടിയിലുണ്ടോ? ഇല്ല. അപ്പോൾ കാലം അത്രത്തോളം മാറിയിരിക്കുന്നു. മാറാത്തത് നിങ്ങൾ മാത്രമാണ്. പണ്ട് ആനപ്പുറത്തിരുന്ന തഴമ്പും പറഞ്ഞുകൊണ്ട് ഇപ്പം നിന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? പിന്നെ നിങ്ങളിപ്പോൾ ഈ മന്ത്രിയെ നിങ്ങൾ തടഞ്ഞു വെച്ചതും അല്ലെങ്കിൽ മന്ത്രിയുടെ പ്രതിഷേധത്തിൽ കറുത്ത കരിങ്കൊടി കാണിച്ചതും ആകെ ഇനി ഒരു മാസം പോലും തികച്ചില്ലാത്തടത്ത് രാജിവെക്കൂ 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 എന്ന് പറയുന്നതൊക്കെ കൊണ്ട് എന്താണ് ഗുണമുള്ളതെന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കാനുള്ളത്. ഇനി ഈ പറഞ്ഞ വീണ ജോർജിന്റെ ചികിത്സാ പിഴവിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതികൾ അവിടെ കൊണ്ട് കേസ് കൊടുക്കാമല്ലോ ഈ മന്ത്രിയെ പറ്റി, അല്ലെ? അല്ലെങ്കിൽ ഈ സർക്കാരിനെ പറ്റിയൊക്കെ നമുക്ക് കേസ് കൊടുക്കാനുള്ള പ്രൊവിഷൻസ് ഇല്ലേ? എനിക്ക് അതിന്റെ നിയമവശങ്ങൾ അറിയില്ല. പ്രൊവിഷൻസ് ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ടും. അങ്ങനെയല്ലേ ചെയ്യാനുള്ളത്. അതല്ലാണ്ട് ഒരാളെ ഫിസിക്കലായിട്ട് ഉപദ്രവിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനോടൊന്നും ഇന്നത്തെ കാലത്തിൽ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമോ? സപ്പോർട്ട് ചെയ്യില്ല. ഇതെല്ലാം പോട്ടെ, നിങ്ങൾ എന്താ പറയണത്? സാധാരണക്കാരന് ചികിത്സാ പിഴവ്, സാധാരണക്കാരന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരമൊക്കെ ചെയ്യുന്നത്. ശരി, ഓക്കെ, അത് സമ്മതിക്കുന്നു. ഈ സാധാരണക്കാരൻ വരുന്ന ഒരു സ്ഥലമാണല്ലോ ഈ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും ഹോസ്പിറ്റലും, അതുപോലെ തന്നെ എയർപോർട്ട് കുറച്ച് ഇത്തിരി കൂടെ ഗ്രേഡ് ഉള്ളവരെന്ന് പറയില്ല, പാവപ്പെട്ട പ്രവാസികളും വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതും നമുക്കിതിൽ ഉൾപ്പെടുത്താം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്നത് സാധാരണക്കാർ തന്നെയല്ലേ? ഈ സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഈ പറഞ്ഞ ആക്രോശത്തോടു കൂടി ആ ഒരു ഫ്രണ്ട് ഡോറൊക്കെ അങ്ങ് കവർ ചെയ്ത് കിടന്ന് ബഹളവും വെച്ച് 6 തല ചട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ട്രെയിൻ വന്ന് നിന്നു എന്ന് വെക്കുക. ആ ട്രെയിനിൽ കയറാൻ വേണ്ടി അങ്ങ് ദൂരെ, ഇപ്പം കണ്ണൂരാണെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത ഭാഗങ്ങളുണ്ടല്ലോ കണ്ണൂര്, അവിടുന്ന് ഓട്ടോയും എല്ലാം പിടിച്ച് ഒരു കുട്ടി, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു പരീക്ഷയ്ക്ക് പോകാൻ, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ PSCയുടെ ഇന്റർവ്യൂവിന് പോകാൻ തിരുവനന്തപുരത്തേക്ക് വരിക എന്ന് വെച്ചോളൂ, എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂ ആയിക്കോട്ടെ ഒരു എക്സാമിന് ആയിക്കോട്ടെ പോകാൻ നിൽക്കുന്ന ഒരു കൊച്ചു ഓടിപ്പാഞ്ഞ് വരുമ്പോൾ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഓടിപ്പാഞ്ഞ് വരുമ്പോൾ ഇവിടെ സമരമാണ്. അവിടെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിന് പറയൂ, അവിടെ സമരക്കാർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സമരം ചെയ്ത് അവരെല്ലാം പിരിഞ്ഞു പോയി ആകാശത്തേക്ക് വെടിവെച്ചിട്ട് ഞാൻ പോകാം, അതുകൊണ്ട് അതുവരെ ഞാനിവിടെ നിൽക്കാം എന്ന് പറഞ്ഞാൽ ട്രെയിൻ അവിടെ നിൽക്കുമോ? ഇല്ല. ട്രെയിനിന്റെ പാട്ടിന് പോകും. ഈ കൊച്ചു ഓടിപ്പാഞ്ഞു ചെല്ലുമ്പോൾ അതിന്റെ ചാൻസ് നഷ്ടപ്പെട്ടു. നിങ്ങൾ യുവാക്കളാണ്, അതുപോലെ ഒരു യുവാക്കളിൽപ്പെട്ട ഒരു കുട്ടിയാണ്, ആണായാലും പെണ്ണായാലും ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ആര് കാരണം? നിങ്ങൾ കാരണം. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു എന്നാണ്. സാധാരണക്കാരൻ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതല്ല, നിങ്ങളൊക്കെ നല്ല ആരോഗ്യമുള്ളവരാണ്, മന്ത്രിയെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ അതായത് പോലീസുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഇതൊന്നും അറിയാതെ ഒരു അമ്മയും കൊച്ചും വന്ന് കയറുകയെന്ന് വെച്ചോ, നിങ്ങളുടെ ഈ ആവേശത്തിൽ ഒരു കൈയൊന്നിങ്ങനെ ഒന്ന് തട്ടിയാൽ മതി, ആ അമ്മ തെറിച്ച് വീഴും, അല്ലെങ്കിൽ ആ കൊച്ചു കുഞ്ഞ് തെറിച്ച് വീഴും. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അതുങ്ങളുടെ ദേഹത്തൂടെ ചവിട്ടിപ്പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതുങ്ങളുടെ ജീവൻ പോയി ആര് സമാധാനം പറയും? ആർക്ക് നഷ്ടം? സാധാരണക്കാരന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു ബിൽഡപ്പിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ എവിടെയാണ് സാധാരണക്കാരന് വേണ്ടി നിന്നത്? നിങ്ങൾ നിൽക്കുന്നത് മന്ത്രിയെ ഒന്ന് എന്താണ് പറയുക, ദേഷ്യം പിടിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് എന്ന് ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയല്ലേ? ഇത് തന്നെയാണ് എല്ലാ യുവസംഘടനകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു കാര്യത്തിൽ KSU ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സംഭവത്തെ അഡ്രസ്സ് ചെയ്ത് KSUവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതല്ലാതെ എന്ത് മേന്മയാണ് ഉണ്ടാകുന്നത്?
പിന്നെ ഈ പറഞ്ഞ പോലെ ചികിത്സാ പിഴവുണ്ടായി. ചികിത്സാ പിഴവ് മാത്രമല്ല ഈ കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എല്ലാ തരത്തിലുള്ള പിഴവുകളും സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ എന്തേ ഈ 5 വർഷവും മിണ്ടിയില്ല? നിങ്ങളുടെ ആൾക്കാരല്ലേ പ്രതിപക്ഷത്തിരുന്നത്? നിങ്ങൾ പ്രതിപക്ഷത്തുകാര് ഞങ്ങൾ ശ്രമിച്ചതുകൊണ്ട് ഈ പറഞ്ഞ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരുപാട് തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ആ തെറ്റും കുറ്റങ്ങളിൽ ഒരെണ്ണം ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾ പറഞ്ഞ് തിരുത്തി മാറ്റി എന്ന് അവകാശപ്പെടാനുള്ളതുണ്ടോ? എത്ര നിയമസഭകൾ കഴിഞ്ഞു പോയി? അന്നൊന്നുമില്ലാത്ത പ്രതിഷേധം, ഇതൊന്നും നിങ്ങൾ അന്നൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളുടെ നേതാക്കന്മാർ അറിഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ 3 പാർട്ടിക്കാരും സെയിം ആണ്. നിങ്ങൾ എന്താ ചെയ്യണത്? ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് കുറ്റം പറയും, ഇങ്ങോട്ട് കുറ്റം പറയും. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അടയും ചക്കരയും ഈച്ചയും പോലെ നിങ്ങൾ 3 കൂടെ അങ്ങ് ഒന്നുകൂടും. അത്രേ സംഭവിക്കുന്നുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സാധാരണക്കാരെ സംരക്ഷിക്കാനോ സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുന്നതല്ല. സോറി ടു സേ ദാറ്റ്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം മൈലേജ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രശ്നമാണ്. പിന്നെ മന്ത്രി വീണ ജോർജിന്റെ ഒരു കേസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. പാമ്പിനെ കണ്ട് ബോധം കെട്ട് വീണാൽ പാമ്പ് കടിച്ച് മരിച്ചതാണെന്നും പറഞ്ഞ് ഇൻഷുറൻസ് കിട്ടുമെന്ന് മാത്രമേ വീണ മാമിനോട് ചോദിക്കാനുള്ളൂ. സംഗതി ചീറ്റിപ്പോയി എന്നുള്ള കാര്യം സത്യമാണ്. പിന്നെ KSU ആണെന്നുണ്ടെങ്കിലും ഇതിൽ ഉൾപ്പെട്ട വീണ ജോർജ് ആണെന്നുണ്ടെങ്കിലും 2 പേരുടെയും കാര്യം ചീറ്റിപ്പോയി. അത്രയേ ഉള്ളൂ. KSUവിന്റെ പ്രതിഷേധവും ചീറ്റിപ്പോയി, വീണ ജോർജിന്റെ ഈ പറഞ്ഞ പോലെ ആ ഒരു പരിക്ക് പറ്റലും ചീറ്റിപ്പോയി. അപ്പം ഇതൊക്കെ ഞങ്ങൾ പബ്ലിക്കിന് മനസ്സിലാവുന്നുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ചാനലുകൾ ഇനിയും ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് കവർ ചെയ്യണം. ഞങ്ങൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് 1 എന്ന സിനിമ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. കടക്കൽ ചന്ദ്രൻ എന്നൊരു മുഖ്യമന്ത്രിയെ പോലെ ഒരു മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടാകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ.